പതിവ് പോലെ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് ചുമ്മാ വെറുതെ കമ്പനി അടിച്ചിരിക്കാനായിട്ട് ഋതുമരച്ചൻ ഇവിടെ പോയതാണ്. അല്ലെങ്കിൽ ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ നേരെ പോകണം അങ്ങോട്ടായിരിക്കും. വർത്താനം പറഞ്ഞ സമയം പോണ അറിയില്ല. അങ്ങനെ ഇരിക്കാൻ നേരത്താണ് എന്റെ ഫോണിലായിട്ട് ഒരു കോൾ വന്നത്. വേറെ ആരുമല്ല, ഞങ്ങളുടെ NSS സെക്രട്ടറി ആണ്. എന്തേലും പണിക്ക് വിളിക്കണായിരിക്കും എന്ന് വെച്ചാൽ ഞാൻ ഫോൺ എടുത്തത്. പക്ഷെ അതറിഞ്ഞില്ല. ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു, എടാ നീ എവിടെയാണ്? NSSന്റെ മീറ്റിങ്ങിന് വിളിച്ചിട്ട് നീ എന്താ വരായിരുന്നേ? ചേടാ ആ കാര്യം ഞാൻ മറന്നു എന്നൊക്കെയാണ് ഫോൺ വിളിച്ചപ്പോൾ ഞാൻ പക്ഷെ സത്യം പറഞ്ഞ NSS ഗ്രൂപ്പിൽ ഇതുപോലെ ഒരു മെസ്സേജ് തന്ന കാര്യം പോലും ഞാൻ നോക്കിയിട്ടില്ല. 3:30 മീറ്റിംഗ് വെച്ചതാ. അപ്പൊ 4:30 മണിയായി. എന്തായാലും മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഞങ്ങളുടെ സെക്രട്ടറിമാരൊക്കെ എല്ലാവരും പാവായതുകൊണ്ട് വലിയ സീനില്ല. അത് പറഞ്ഞപ്പോഴാണ് NSS റൂം ഇപ്പൊ പഴയതുപോലെയല്ല. അന്നത്തെ പെയിന്റിങ് കഴിഞ്ഞോടെ റൂം സത്യം പറഞ്ഞ മൊത്തത്തിൽ ചേഞ്ച് ചെയ്ത് അടിപൊളി. കാര്യം ഞാൻ ഇതിന്റെ വർക്കിനൊന്ന് വന്നെങ്കിലും വർക്ക് കംപ്ലീറ്റ് ആക്കണവരെ ഷൂട്ടിന് തിരക്ക് കാരണം എനിക്കന്ന് നിൽക്കാൻ പറ്റിയില്ലായിരുന്നു. അന്ന് വന്നതിന് ശേഷം ഇപ്പോഴാണ് ഇതൊന്ന് കംപ്ലീറ്റ് ആയിട്ട് കാണുന്നത്. അപ്പൊ മീറ്റിംഗിന്റെ മെയിൻ ഉദ്ദേശം എന്തായിരുന്നു എന്ന് വെച്ചാൽ എല്ലാ വോളണ്ടിയേഴ്സിന്റെയും ഡയറി സബ്മിറ്റ് ചെയ്യാന്നുള്ളതായിരുന്നു. ഈ ഡയറിയിലാണ് എല്ലാ വോളണ്ടിയേഴ്സിന്റെയും വർക്കിംഗ് ഹവേഴ്സ് വിലയിരുത്തുന്നത്. അതായത് NSSന്റെ എന്ത് പരിപാടിക്ക് നമ്മൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടോ ആ പരിപാടിയുടെ ഹവർ എല്ലാ വോളണ്ടിയേഴ്സിനും കിട്ടും. പക്ഷെ അത് അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രം. എന്തായാലും ഡയറി എഴുതി കംപ്ലീറ്റ് ആക്കി സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് എന്തായാലും നല്ല രീതിക്കുള്ള ഒരു വർക്കിംഗ് ഹവേഴ്സ് ഉണ്ട്. സബ്സ്ക്രൈബ് ചെയ്താ അടുത്ത സീരീസ് കാണാം.